ഹായ്. അപ്പോൾ ഇന്ന് ഞാനൊരു പായസം കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ പായസം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കി നോക്കി. അപ്പോൾ ക്യാരറ്റും സേമിയനും വെച്ചിട്ടാട്ടോ ഇന്ന് ഞാൻ പായസം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മീതുള്ളത് ഇതൊക്കെ ഉണ്ടല്ലോ ഒന്ന് ചുരണ്ടി കളയണം. അപ്പോൾ ഒക്കെ ചുരണ്ടി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാക്കണം ഞാൻ ഈ ഒരു ഗ്രേറ്ററിന് വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് സ്ലൈസ് ആക്കണം. അപ്പോൾ ചെറുതാക്കിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതാക്കണം ഞാൻ മിൽമയുടെ നെയ്യാട്ടോ പാർന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സേമിയനും കൂടി വേണമല്ലോ. അപ്പോൾ സേമിയൻ ഞാൻ ചെറുതാക്കിയിട്ട് നുറുക്കിയെടുക്കുന്നുണ്ട്. ഇനി ആ നെയ്യിലോട്ട് സേമിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. എന്നിട്ടൊരു ബ്രൗൺ കളർ ആവണം കേട്ടോ. ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ രീതിയിൽ ഇതൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ അതൊന്ന് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ലേശം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വറവിടട്ടെ. അപ്പം അതും കൂടെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലോട്ട്. ഇനി ഞാൻ പാലാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമായത് 2 ഗ്ലാസ് പാലാട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പാലെടുക്കുക. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ സേമിയനും എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിൽ തിളച്ച് വന്നപ്പോൾ ആ സേമിയനെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ക്യാരറ്റും സേമിയനും കൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നീട് തീ സിമ്മിലിടണം. പിന്നെ ഞാൻ അതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റും അതുപോലത്തെ സേമിയനും വെച്ച പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ
അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ലോങ് വീഡിയോയിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുക.